ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള സ്കാർ ചില ആളുകളിൽ കാണപ്പെടാറുണ്ട്. ഇതിനെ കീലോയിഡ് സ്കാർ എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായും എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു സ്കാറായിട്ട്, അതല്ലെങ്കിൽ ടാറ്റു ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു സ്കാറായിട്ട് കാണാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട്, ഇതിനേക്കാളൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ പിയേഴ്സിങ്, കാത് കുത്തതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹീലിംഗ് അല്ല, അതിൻ്റെ ആ ഒരു മുറിവ് പ്രോപ്പറായിട്ട് ഉണങ്ങാത്തത് കാരണം ഇതുപോലെയുള്ള സ്കാർ വരുന്നത് കുറച്ചും കൂടി കോമൺ ആയിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നോർമലി കുത്തുന്ന ഇയർ ലോബിൻ്റെ താഴെയുള്ള പിയേഴ്സിംഗ് അല്ല, അതല്ലാതെ മുകളിലേക്ക് സെക്കൻഡ് സ്റ്റഡ് പോലെയുള്ള മുകളിലേക്കുള്ള പിയേഴ്സിങ്ങിൽ ആണിത് ഈ ഒരു കീലോയിഡ് സ്കാർ കുറച്ചും കൂടി കോമൺ ആയിട്ട് കാണുന്നത്. അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ മുറിവ് പ്രോപ്പറായിട്ട് ഹീൽ ആവാത്തത് കൊണ്ടാണ്. യൂഷ്വലി നമ്മളിതിന് ചെയ്യുന്നത്, ഇതിന് ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ലേസർ തെറാപ്പിയൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ സർജറി തന്നെയാണ് ഒരു ഓപ്ഷൻ. സർജറി ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ചെവിയിലല്ലാതെ നമ്മൾ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ ചെസ്റ്റിലൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, സാധാരണയായിട്ട് ഇതിനൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് കാണാനുള്ള ഒരു അഭംഗിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. വേറെ പ്രത്യേകിച്ച് ചൊറിച്ചിലോ വേദനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും ഇതിനെ നമ്മൾ കരീപ്പിക്കാനൊക്കെ ശ്രമിക്കും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.